കടുവാപ്പേടിയിലാണ് കോഴിക്കോട് അത്തോളിയിലെ നാട്ടുകാർ. 2 കിലോമീറ്റർ ചുറ്റളവിൽ 6 ടീമുകളായി വനംവകുപ്പ് പരിശോധന നടത്തുകയാണ്. നിലവിൽ വന്യമൃഗങ്ങളെയൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ആശങ്കപ്പെടേണ്ട എന്നാണ് വനംവകുപ്പ് അറിയിക്കുന്നത്. സാനിയോയോട് നമുക്ക് ചോദിക്കാം. സാനിയോ മനോമി, അവിടെ കടുവയുണ്ടോ? ആളുകൾ പേടിക്കേണ്ട സാഹചര്യമുണ്ടോ? നിലവിൽ പേടിക്കേണ്ട സാഹചര്യമില്ല എന്നാണ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഷാജി വടക്കൻ നമ്മളോട് അല്പസമയം മുൻപ് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഇവിടെ ഇപ്പോൾ 6 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടുള്ള പരിശോധനയാണ് നടക്കുന്നത്. ഫോറസ്റ്റിൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥരെല്ലാം ഇവിടെയുണ്ട്. ഓരോ സംഘത്തിലും 5 RRT ടീം വീതമാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അത്തോളിയിൽ കൂമുള്ളി പുത്തഞ്ചേരി റോഡിലെ സെയ്ദ് തോട്ടത്തിൽ സെയ്ദ് എന്നയാളുടെ ഗേറ്റിനടുത്ത് വെച്ചാണ് കടുവയെ കണ്ടതായൊരു സംശയം പറയാം. നിങ്ങളൊക്കെ നാട്ടുകാരാണല്ലേ? എങ്ങനെ കണ്ടിരുന്നോ? ഞങ്ങൾ പുലർച്ചെയാണ് അറിയുന്നത്. ഇന്നലെ ഒരു 12 മണിയോട് കൂടിയാണ് കടുവേനെ കണ്ടെന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം അത്തോളി പുലിയുടെ ഒരു സമീപം ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ഭീതിയിലാണ് നാട്ടുകാർ മൊത്തത്തിൽ നിൽക്കുന്നത്. ആ സമയത്താണ് ഇപ്പോൾ ഇവിടെ കടുവയുടെ രൂപസാദൃശ്യമുള്ള ജീവിയെ കണ്ടു എന്ന് പറയും. നമ്മുടെ അടുത്തുള്ള സായി എന്ന് പറയുന്ന കുട്ടിയാണ് ഇതിനെ കണ്ടിട്ടുള്ളത്. അവൻ രാത്രി വാതിലടയ്ക്കാൻ വേണ്ടി വന്ന സമയത്ത് ആണ് ഈ വീടിൻ്റെ സേതു മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയുടെ വീടിൻ്റെ ഗേറ്റിന് മുമ്പിൽ കണ്ടത്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം വെച്ചാൽ മനുഷ്യരും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ക്ഷീര കർഷകരുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ ഈ പ്രദേശം എന്ന് പറയുന്നത്. അപ്പോൾ പശുക്കൾ കൂടുതലുള്ള സ്ഥലമായതുകൊണ്ട് ആളുകൾക്ക് ഒരു ഭയമുണ്ട്, ഈ പശുവിനെ ഇരതേടി വരുന്നതാണോ എന്താണെന്നുള്ളതൊന്നും അറിയില്ല. അതേപോലെ തന്നെ പാലോറ ഏറ്റവും വലിയൊരു മല നമ്മുടെ മുകളിലുണ്ട്. MDT കോളേജ് ഉൾപ്പെടെയുള്ള പ്രദേശം നിൽക്കുന്ന മല നമ്മുടെ ഈ അതിൻ്റെ താഴ്വരയാണ് ഇപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം. അപ്പോൾ ഇതിൽ നിന്നും 100% ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറഞ്ഞാലും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. എന്തിനായാലും ജനങ്ങൾ മൊത്തത്തിലൊരു ആശങ്കയിലാണ്. ആ ആശങ്ക എന്തിനായാലും മാറ്റിക്കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. ഫോറസ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് അനുകൂല സമീപനം ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതായത് ഈ കാട് കടന്ന് കടുവ ഇങ്ങോട്ട് വരാനുള്ള സാഹചര്യം ഉണ്ടെന്ന് തന്നെയാണ് ഇപ്പം മനസ്സിലാക്കുന്നത് അല്ലേ? അതെ. പിന്നെ ഇന്നലെ കണ്ട സ്ഥിതിക്ക് ആ ഫോട്ടോയിൽ കൃത്യമായിട്ട് കാണുന്നുണ്ട്. മോനെടുത്തിട്ടുള്ള ഫോട്ടോയിൽ കൃത്യമായിട്ട് കാണുന്നുണ്ട്. അപ്പം ഇന്നലെ രാത്രി തന്നെ അത്തോളി പോലീസ് സ്ഥലത്തെത്തി, പിന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇവിടെ പരിസരമൊക്കെ പിന്നെ ഒരു 12-1 മണിക്കുള്ളിൽ തന്നെ ഈ പരിസരമൊക്കെ സെർച്ച് ചെയ്തു. പക്ഷേ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇത് കൃത്യമായിട്ട് ഈ ഒരു പിന്നെ ഈ ഫോട്ടോ കാണുന്നത് ഒരു 30 മീറ്റർ അകലത്തു നിന്ന് എടുത്തിട്ടുള്ളൊരു ഫോട്ടോ ആണ്. ആ ഫോട്ടോ വെച്ച് നോക്കുമ്പം കടുവയാകാനാണ് സാധ്യത എന്നാണ് നിങ്ങളുടെ നാട്ടുകാരുടെ അഭിപ്രായം. ആ ഫോട്ടോയിൽ കാണുന്നത് സുജയ, ഫോട്ടോ നമുക്ക് നേരത്തെ തന്നെ കിട്ടിയിട്ടുണ്ട്. ആ ഫോട്ടോയിൽ കാണുന്നത് കടുവ തന്നെയാണ്. പക്ഷേ ആ ചിത്രത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കൃത്രിമത്വം നടന്നിട്ടുണ്ടോ എന്നതടക്കം പരിശോധിക്കുമെന്നാണ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഷാജീവ് അല്പസമയം മുൻപ് നമ്മളോട് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും പക്മാർക്കുകളോ അത്തരത്തിലുള്ള ഒന്നും RRT സംഘത്തിൻ്റെ പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഉടൻ തന്നെ ക്യാമറ സ്ഥാപിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. വന്യമൃഗങ്ങളെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 2 കിലോമീറ്റർ ചുറ്റളവിൽ പ്രദേശത്ത് വനംവകുപ്പിന്റെ പരിശോധന നടക്കുന്നുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങൾക്കായി വീണ്ടും എത്താം സാനിയോ മനോമിയിലേക്ക്.